നമ്മുടെ മാനസികാരോഗ്യ മേഖല അല്ലെങ്കിൽ സൈക്കോളജി എന്നൊക്കെ പറയുന്നത് പൊതുവില് മറ്റുള്ള ആൾക്കാർ വളരെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു മേഖലയാണ് അല്ലെ. മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജീനെ നെഗറ്റീവായിട്ട് കാണുന്നില്ലെങ്കിലും ഒരു പേടിയോടെയാണ് എപ്പോഴും അതിനെ കാണുന്നത് അല്ലെ. അപ്പോ നമ്മള് ഈ ഒരു സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും മനഃശാസ്ത്രത്തെ അല്ലെങ്കിൽ മാനസിക ആരോഗ്യം റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്യുകയോ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുകയോ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോവുകയോ ഒക്കെ ചെയ്യുന്നതിനെ മറ്റുള്ളവര് കാണുന്നത് ഇപ്പോഴും തന്നെ കാണുന്നത് വളരെ നെഗറ്റീവായിട്ടാണ്, മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ കാര്യങ്ങളെ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നെഗറ്റീവ് അല്ലാണ്ട് പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ട മേഖലയാണ് സൈക്കോളജി. മാത്രമല്ല സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ്, അതായത് മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഫീൽഡ് മറ്റൊന്നുമല്ല, മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അത് എത്രത്തോളം അതിന്റെ നോളജ് ഉണ്ടോ അത്രയും മറ്റുള്ളവർ അത് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ നോർമ സൈക്കിയെ തുടങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ പ്രോഗ്രാം നോർമ സൈക്കിയെ നടത്തുന്നതാണ്. നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പോസിറ്റീവ് പാരന്റിങ് എന്ന ടോപ്പിക്കാണ്. എന്തായാലും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഹുസ്ന മുഹമ്മദ് അലി. ഞാൻ പഠിച്ചിട്ടുള്ളത് MSc MPhil കഴിഞ്ഞതാണ് സൈക്കോളജിയിൽ. പഠിച്ചിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഓൾമോസ്റ്റ് 7 വർഷത്തോളം ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഈ ഒരു നോർമ സൈക്കിയുടെ ഫൗണ്ടറും ആണ് ഞാൻ. നമ്മളെ ഈ ഗ്രൂപ്പിൽ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാൻ ഇപ്പൊ എത്തിയിട്ടുള്ളത് 21 പേരാണ്. ഞാൻ കറക്റ്റ് ടൈമിന് തന്നെ തുടങ്ങാന്ന് കരുതിയിട്ടാണ് കേട്ടോ. കുറച്ച് സ്ലോ ഫേസിൽ ഇങ്ങനെ പോകാം, ആൾക്കാർ ജോയിൻ ചെയ്തോട്ടെ. ഇതില് പാരൻസ് ഉണ്ടാവും, രക്ഷിതാക്കൾ ഉണ്ടാവും, അച്ഛന്മാരുണ്ടാവും, അമ്മമാരുണ്ടാവും, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, സൈക്കോളജി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും സ്വാഗതം. വളരെയധികം സന്തോഷം. വെക്കേഷനാണ്, അതേപോലെ തന്നെ ഓണമാണ്, ആഘോഷങ്ങളുടെ ഒരു മൂഡിലാണ്, തിരക്കിലാണ് അല്ലെ. എന്നാലും തന്നെ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 23ഓളം പേര് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്യുക. ചാറ്റ് ബോക്സിൽ നിങ്ങളെ പേര്, അതേപോലെ എവിടുന്നാ വരുന്നേ എന്നൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇടാൻ പോകും. നമ്മൾ ഇന്ററാക്ഷൻ എപ്പോഴും ഈ വെബിനാർ ആവുമ്പോഴേ നമ്മൾ ഈ ലാപ്ടോപ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, നമ്മൾ മുന്നിൽ ആരെയും കാണുന്നില്ല. അപ്പോൾ ചാറ്റ് ബോക്സ് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കോളാവും. അപ്പോൾ മൈക്ക് ആരും യൂസ് ചെയ്യാണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ആരോ കൈ റൈസ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാറ്റ് ബോക്സ് മാക്സിമം ഉപയോഗിക്കുക. എല്ലാവരും നല്ല അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക, ശ്രദ്ധാപൂർവ്വം ഇരിക്കുക. എന്ത് സംശയങ്ങളും ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ചാറ്റ് ബോക്സിലൂടെ തരിക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും ശ്രദ്ധ വിട്ടു പോകില്ല. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സെഷൻ ആണല്ലോ, അപ്പം ശ്രദ്ധ വിട്ടു പോവാണ്ടിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പേരും സ്ഥലവും ഒക്കെ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം കേട്ടോ. ജമീന മമ്പാട്, ഹായ്. ഹാപ്പി, ബാനു, ബി പി അങ്ങാടി. ഞാന് ബി പി അങ്ങാടിയാണ്.
എൻ്റെ സ്ഥലം കല്യാണം കഴിച്ചത് പിപ്പിയങ്ങാടിയിലോട്ടാണ്. പിപ്പിയങ്ങാടിയിൽ നിന്ന് ആരോ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. സാലിഹ ആമയൂർ, അലീഷ അഷ്റഫ് പിപ്പിയങ്ങാടി. എൻ്റെ അതേ പേരിൽ പറക്കാട് എൻ്റെ നാടാണ് കേട്ടോ. ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഉസ്ന ഫ്രം പറക്കാട്. ഇരുപത്തഞ്ചോളം പേരായി. എല്ലാരും ചാറ്റ് ബോക്സിലൊന്നും ഉഷാറായേ. 25 ആൾക്കാരുണ്ടായിട്ട് ഇത്ര കുറച്ച് റിപ്ലൈ ഉള്ളൂ. നമ്മളിനി വെയിറ്റ് ചെയ്യണോ? 10 മിനിറ്റോളായി. എല്ലാരും കയ്യിലൊരു നോട്ട്ബുക്കും പെന്നും കരുതാട്ടോ. മധു തിരൂരിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സമീറ താനാലൂരിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സ്വാഗതം. ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്തോട്ടെ അല്ലെ. നമ്മള് ടോപ്പിക്കിലേക്ക് കടന്നാലോ? അതിന്റെ മുന്നേ ആയിട്ട് ഒരു പേപ്പർ പെൻ കയ്യിൽ കരുതുക. ഒരുപാടൊന്നും നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നേരെ ബ്രെയിനിലോട്ട് പോയാൽ മതി. പക്ഷെ ചില വർക്കുകളൊക്കെ തരുന്നത് ആ പേപ്പറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളമൊക്കെ കരുതാം. ഓക്കെ, റെഡിയാണോ? റെഡി ആണെങ്കിൽ എല്ലാവരും റെഡി എന്നൊന്ന് പറഞ്ഞേ. റെഡിന്ന് മൊത്തത്തിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ആർന്ന് ടൈപ്പ് ചെയ്താൽ മതി. റെഡിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ ആയോ? റെഡി. ഓക്കെ, റെഡി. ഫസ്നാക്കി റെഡി. ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, എല്ലാരും ഇപ്പൊ റെഡിയാണ് അല്ലേ? നിങ്ങൾക്ക് അപ്പൊ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള സെഷൻ ആണല്ലോ, പോസിറ്റീവ് പാരന്റിങ് എന്ന റിലേറ്റഡ് ആയിട്ടുള്ള സെഷനാണ്. പാരന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ നടത്തുന്നത്. പോസിറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടിയെ അവർ ആത്മവിശ്വാസമുള്ളവരായിട്ടും അതേപോലെ തന്നെ നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തികളായിട്ട് വളർത്തുക എന്ന് ആ ഒരു ഉറപ്പോടുകൂടെ വളർത്തുക എന്നുള്ള ആ ഒരു ശൈലിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് ഇൻഡെപ്ത് മൂവ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്താം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. നമ്മളെ ഒരു പാരന്റിങ് രീതി എന്താണ്, നമ്മൾ എങ്ങനെയാണ് നമ്മളെ കുട്ടിയെ വളർത്തുന്നത്, ആ രീതി എന്താന്നുള്ളത് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കരുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സാധാരണ കുട്ടികളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കുറെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളോട് യോജിക്കുന്ന ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ മാർക്ക് ചെയ്തിടാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഡെപ്ത് കൂട്ടാനായിട്ട് ഞാനൊരു ചെറിയൊരു പണിയും കൂടെ ഒപ്പിച്ചിട്ടുണ്ട്. അതായത് ഓരോ ക്വസ്റ്റ്യനും സെൽഫ് റിഫ്ലക്ഷൻ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ അച്ഛനോ അമ്മയോ ആയിക്കോട്ടെ, നിങ്ങൾ അമ്മയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ അപ്പുറത്തെ കോളത്തിൽ, ഇപ്പൊ ഇവിടെ ഒരു കോളം കാണുന്നുണ്ടോ? അപ്പൊ പേപ്പറിൽ ഇതുപോലെ നമ്മൾ കോളംസ് ഉണ്ടാക്കിയിടാം. ഓക്കെ, 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒരു ഏകദേശം മോഡൽ തന്നതാണ് കേട്ടോ. ഓരോ ക്വസ്റ്റ്യനിലും ABCD എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് മീ എന്നുള്ളതിലും നമ്മുടെ പാർട്ട്ണറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, അവരുടെ കാര്യമായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഡേ എന്നുള്ള ആ കോളത്തിലും എഴുതാം. ഓക്കെ ആണോ? ഓക്കെ,
അപ്പൊ നിങ്ങൾ എങ്ങനെയാ നിങ്ങളെ കുട്ടിയോട് പെരുമാറുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്റെ കുട്ടി ഒരു നിയമം ലംഘിക്കുകയാണെങ്കിൽ അത് ഞാൻ സാധാരണ എന്താ ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിയമം എന്തിനു വേണ്ടിയിട്ടാന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കും. മാത്രമല്ല അതിന്റെ കൂടെ യുക്തിപരമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഒരു പരിഹാരവും കൂടെ നൽകും. കാണുന്നില്ല എന്ന് പറഞ്ഞു അൻവർ. മറ്റുള്ളവർക്ക് കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണാവോ? കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട് എന്ന് പറയണേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ കുട്ടി ഒരു നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു റൂള് തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവർ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇന്നിപ്പോ ആദ്യത്തേത് നിയമം എന്തിനു വേണ്ടിയിട്ടാണ്, ഈ റൂൾ എന്തിനുണ്ടാക്കി വെച്ചതാന്നുള്ളത് വിശദീകരിച്ചു കൊടുത്തിട്ട് പിന്നെ അതിന് വേണ്ട രീതിയിലുള്ള പരിഹാരം ചെയ്യും. രണ്ടാമത്തെ ബി, അതിനോട് യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മീൽ എ എഴുതുക. ഹസ്ബൻഡ് അങ്ങനെയാണ് അല്ലെങ്കിൽ വൈഫ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ഈ ഓപ്ഷൻ എഴുതുക. ഓക്കെ. രണ്ടാമത്തത്, കൂടുതൽ ചർച്ചയൊന്നുമില്ല, ഉടൻ തന്നെ ശിക്ഷിക്കും, ഒരൊറ്റ അടി അങ്ങ് കൊടുക്കും എന്നുള്ള രീതിയിൽ. നിന്നോട് ആരാടാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ ഉടനടി അടി കൊടുക്കും. ഓക്കെ. ഓപ്ഷൻ സി എന്ന് പറയുന്നത്, കലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെറുതെ കച്ചറാവണ്ട എന്ന് കരുതിയിട്ട് കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കും, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിട്ടുകൊടുക്കും. ഓപ്ഷൻ ഡി ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ അതിന് പ്രതികരിക്കാത്ത രീതിയിൽ നമ്മൾ ഇരിക്കും. എന്തെങ്കിലും അവിടെ സൈഡിൽ നടന്നോട്ടെ എന്നുള്ള ലെവലിൽ നമ്മൾ ഇരിക്കും. എഴുതിയോ? നിങ്ങളതും എഴുതണം, നിങ്ങളെ പാർട്ട്ണർ എങ്ങനെയാന്നുള്ളത് എഴുതണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ കുട്ടി ഒരു പുതിയ കാര്യത്തിൽ വല്ല താല്പര്യങ്ങളൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ, അവരെ പ്രോത്സാഹിപ്പിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും. അത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട അതിനുവേണ്ടി എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. ബി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വല്ലതും ഇരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് അതിനങ്ങ് ഒതുക്കും. ഓക്കെ. സി ആണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് പ്രതികരിക്കാനൊന്നും പോകൂല. ഡി ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള മട്ടിൽ അവരെന്ത് ചെയ്താലും നമ്മളത് ബാധിക്കാൻ പോകില്ല, നമ്മൾ നമ്മളെ കാര്യം എന്നുള്ള രീതിയിൽ പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? അവരുടെ വികാരങ്ങൾ കേട്ട ശേഷം അവർക്ക് എന്താണ് ഫീൽ ചെയ്യണേ, അവര് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതൊക്കെ കേട്ടതിന് ശേഷം തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. എ. ബി, ഉടനെ തന്നെ നമ്മൾ ചീത്തയും പറയും, അടിക്കുകയും ചെയ്യും. എന്നോടല്ലടാ ഞാൻ പറഞ്ഞത്, പല പ്രാവശ്യം പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സി, കാര്യമായിട്ട് ഇടപെടാണ്ട് തെറ്റെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് കാര്യമായിട്ട് ഇടപെടാണ്ട് വെറുതെ ഇനി നമ്മൾ പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നം ആവണ്ടാന്ന് കരുതിയിട്ട് നൈസായിട്ട് വിട്ടുകളയും. ഡി ആണെന്നുണ്ടെങ്കിൽ ഒന്നിലും ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളെ കാര്യമായിട്ട് നിൽക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ കുട്ടി നമ്മൾ പറഞ്ഞത് കേൾക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നുള്ളതാണ്. എന്താ പറഞ്ഞാൽ കേൾക്കാത്തത് എന്നുള്ള കാരണം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് വീണ്ടും ആ ഒരു വിശ്വാസം, ട്രസ്റ്റിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ആക്കും. ബി ആണെങ്കിൽ നല്ലോണം അടിക്കുകയും അതേപോലെ തന്നെ ചീത്ത പറയുകയും ചെയ്യും. ധിക്കരിക്കുക എന്നുള്ള ലെവലിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സി ആണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് മാറ്റി വിടുക. ഇപ്പൊ നമ്മൾ വല്ല പ്ലേറ്റ് ഒക്കെ എടുത്ത് കഴുകാൻ വേണ്ടി വെച്ച സാധനം നീ എന്താ കഴുകാത്തതെന്ന് ചോദിക്കുന്നതിന് പകരം എന്തായാലും കഴിയില്ല, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വെറുതെ പ്രശ്നമാക്കണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ തന്നെ അത് കഴുകി വെക്കുക. അങ്ങനത്തെ ഡി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പ്രതികരിക്കാനൊന്നും പോകുന്നില്ല, നമ്മൾ നമ്മളെ കാര്യമായിട്ട് ഒതുങ്ങിക്കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. നമ്മളെ കുട്ടി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം വന്ന് പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുമായിട്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ശ്രദ്ധയോടെ കേൾക്കും, എന്നിട്ട് പ്രോത്സാഹിപ്പിക്കും, ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരും. ഓക്കെ. ബി, ശരി, ഇതിപ്പോ അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ, എന്താ ഇപ്പൊ ഇത്രയൊക്കെ നോക്കാന്, വെറുതെ ഈ സമയം കളയാണ്ട് പോയി പഠിച്ചേനോ അല്ലെങ്കിൽ ഇതിന്റെ സമയം കളയില്ലേനോ എന്താ വെച്ചാ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ആ ഒരു ഇതിനെ മറികടക്കും. ഓപ്ഷൻ സി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായി റെസ്പോണ്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് മിയർലി കേട്ടിട്ട് അതിനങ്ങനെ അങ്ങ് വിടും. ഡി ആണെങ്കിൽ ഒന്നും പ്രതികരിക്കാണ്ടിരിക്കുക, അവർ പറഞ്ഞതിലേക്ക് ശ്രദ്ധിക്കാണ്ടിരിക്കുക, അവർക്കൊരു സ്പേസ് കൊടുക്കാണ്ടിരിക്കുക, നമ്മൾ നമ്മളെ കാര്യത്തിലേക്ക് ഒതുങ്ങിക്കും. ഓപ്ഷൻ ഡി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കുട്ടിക്ക് ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഓപ്ഷൻ എ, അവരെ നിർദ്ദേശിച്ച് അവർക്ക് സ്വയം തീരുമാനിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി എന്നിട്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഓപ്ഷൻ ബി ആണെങ്കിൽ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ മതി എന്ന് നിർബന്ധം പിടിക്കും. സി ആണെങ്കിൽ നീ എന്താ നിനക്ക് ഇഷ്ടമുള്ള വെച്ചാൽ നീ ഇങ്ങനെ വെച്ചാൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, വോട്ടെവർ എന്നുള്ള രീതിയിലിരിക്കും. ഡി ആണെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനത്തിലും ഇടപെടില്ല. ഓക്കെ, സെൽഫ് റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ആരും ചാറ്റ് ബോക്സിൽ ഒന്നും തന്നെ ഇടണമെന്നില്ല. 6 ക്വസ്റ്റ്യനും മറുപടി നമ്മൾ എഴുതി കംപ്ലീറ്റ് ആയിന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മൾ നമ്മളുടെ എഴുതിയിട്ടുണ്ട്, നമ്മളെ പാർട്ട്ണറിന്റെ എഴുതിയിട്ടുണ്ട് അല്ലേ? ആരും ഒന്നും പറയണ്ട, ചാറ്റ് ബോക്സിൽ പറയണ്ട, നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മാത്രമല്ല ഇത് കൊണ്ടുപോയിട്ട് എന്ത് അടിപിടി കൂടുകയും വേണ്ട. ആരെങ്കിലും കപ്പിളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? രണ്ടുപേരും അച്ഛനും അമ്മയും ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? യൂനിസ്, യെസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? വെരി ഗുഡ്, രണ്ടാളായി, വെരി ഗുഡ്. ഓക്കെ, പാരന്റിങ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കാര്യമല്ല അല്ലേ? ഒന്നുണ്ടെങ്കിൽ അമ്മ നോക്കുക അല്ലെങ്കിൽ അച്ഛൻ നോക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമില്ല. രണ്ടുപേർക്കും ഈക്വലി ഉത്തരവാദിത്വത്തോടു കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ പാരന്റിങ് എന്ന് പറയുന്നത്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആരും തന്നെ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് പറയുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതിവിടെ തീരെ നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഇപ്പൊ തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് 4 തരത്തിലുണ്ട്. ഓക്കെ, പാരന്റിങ് സ്റ്റൈൽ നമ്മൾ എങ്ങനെയാണ് കുട്ടീനെ വളർത്തുന്നത്, ആ വളർത്തുന്ന രീതികൾ, ഓക്കെ, അല്ലെങ്കിൽ ശൈലികൾ. അതിൽ ആദ്യത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതോറിറ്റേറിയൻ സ്റ്റൈലാണ്. അതോറിറ്റേറിയൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ കാണിച്ചുകൊണ്ട്, അധികാരം കാണിച്ചുകൊണ്ട് കർക്കശമായിട്ടുള്ള ഒരു രീതിയാണ് അതോറിറ്റേറിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത്.
പെർമിസീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തോണ്ട് എന്താച്ചാ ചെയ്തോട്ടെ, അവരുടെ ഇഷ്ടം, അവരുടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ എല്ലാം പെർമിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു ശൈലിയാണ്. കുട്ടിയെ സങ്കടപ്പെടുത്താത്ത രീതിയിൽ നല്ല സ്നേഹം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് പെർമിസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതേപോലെ നെഗ്ലക്ട്ഫുൾ എന്ന് പറയുന്നത് അവഗണന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്റ്റൈലാണ്. നാലാമത്തത് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ എന്ന് പറയും. അധികാരപരവുമായിട്ടുള്ളതാണ്, അധികാരവും കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അതിന്റെ കൂടെ നല്ല സ്നേഹം കൂടെ കാണിച്ചിട്ടാണ് ആ ഒരു പാരന്റിങ് സ്റ്റൈല് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെ പാരന്റിങ് രീതി ഈ നാലെണ്ണത്തിൽ ഏതിലെങ്കിലൊക്കെ പെടും. ചിലപ്പോ ചില കാര്യങ്ങളോട് നമ്മൾ ഇതിൽ പെട്ട ഏതെങ്കിലും രീതികളായിരിക്കും സ്വീകരിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ മിക്സ്ഡ് ആയിട്ടും വരും. അതേപോലെ തന്നെ ചിലതിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റൈലിലോട്ട് കുറച്ച് ഊന്നൽ കൊടുത്തോണ്ടും വരും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ അതോറിറ്റേറിയൻ സ്റ്റൈലിനെ പറ്റിയിട്ട് പറയാം. അതോറിറ്റേറിയൻ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര കർക്കശമായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് നടക്കണം എന്നുള്ള കുട്ടി ഞാൻ പറഞ്ഞത് അനുസരിക്കണം എന്ന് നിർബന്ധമുള്ള രീതിയിലുള്ള പാരന്റിങ് സ്റ്റൈലാണ്. ഞാൻ പറയുന്നത് പോലെ വേണം, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊടുക്കുക. അപ്പം ഇത് കാരണത്താൽ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ അവരുടെ വികാരങ്ങളൊന്നും പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടൊരു ഇത് കൊടുക്കില്ല. അവരുടെ കുട്ടികളുടെ വികാരം എന്താണ്, അവർക്ക് വിഷമാവുന്നുണ്ടോ, അവർക്ക് പേടിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ എന്താണ് എന്നുള്ളതിലേക്കൊന്നും പാരന്റ് ഫോക്കസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാണ്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അവർക്ക് അഭിപ്രായം പറയാനോ ഉള്ള സ്വാതന്ത്ര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുകയില്ല. അതേപോലെ തന്നെ ഈ ഒരു പാരന്റിങ് സ്റ്റൈലിലൂടെ ഒരു കുട്ടി വളർന്നു പോയി കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, ആങ്സൈറ്റി കൂടുതലായിരിക്കും, അതേപോലെ ഡിപ്രഷനിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ സെൽഫ് ഡൗട്ട് എന്നൊക്കെ പറയും. എല്ലാ കാര്യത്തിലും ഒരു ഡൗട്ട് തോന്നുക, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക, ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യം കുട്ടിയിൽ ഇല്ലാണ്ടിരിക്കുക. ഇതൊക്കെയാണ് അതോറിറ്റേറിയൻ സ്റ്റൈലിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടാവും അല്ലെ. നമ്മൾ ഇനി അതോറിറ്റേറിയൻ സ്റ്റൈൽ എടുക്കുന്നില്ല എങ്കിൽ പോലും നമ്മളുടെ കണ്ണിന്റെ മുന്നിലോ അല്ലെങ്കിൽ നമുക്കോ ഒക്കെ അനുഭവപ്പെട്ടിട്ടുള്ള പല കേസുകൾ ഉണ്ടാവും അല്ലെ. നമ്മൾ കുട്ടീനോട് പറയുന്നു, ആ പറയുന്നത് പോലെ അച്ചടി അവര് സ്വീകരിച്ചോണം അല്ലെങ്കിൽ ചെയ്തോണം എന്നുള്ള രീതിയിൽ ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു രീതിയാണ്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ പെർമിസീവ് സ്റ്റൈൽ. സ്വാതന്ത്ര്യം നല്ലോണം കൊടുത്തുകൊണ്ട്, ഇവിടെ കിങ് എന്ന് പറയുന്നത്, രാജാവ് എന്ന് പറയുന്നത് കുട്ടിയായിരിക്കും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും കൊടുക്കാണ്ട് പക്ഷെ അവർക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് എല്ലാം അനുവദിച്ചു കൊടുക്കുക, കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് അപ്പപ്പ ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് ഈ രീതിയിലൂടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്ന വെച്ചാല് അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല, അവരുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. അവർക്ക് ഭയങ്കര വാശിയായിരിക്കും, ദേഷ്യം പെട്ടെന്ന് പിടിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക. അതേപോലെ ഇപ്പോ സ്കൂള് അല്ലെങ്കിൽ ഇപ്പോ അഡൾട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല വർക്ക് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ബോസ് പറയുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് പറയുന്നത്, ഇതൊന്നും ആ റൂളിനോടൊന്നും അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല. അവരെപ്പോഴും ഇങ്ങനെ അവര് പറയുന്നത് നടന്ന് ശീലിച്ചത് കൊണ്ട് ആരെങ്കിലും ഒരു അതോറിറ്റി ലെവലിൽ നിന്ന് സംസാരിക്കുന്നതൊന്നും അവർക്ക് അതിനെ സ്വീകരിച്ചു പോരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് നെഗ്ലക്ട്ഫുൾ ആണ്. നമ്മൾ വലിയ ശ്രദ്ധിക്കാണ്ട് നമ്മൾ നമ്മളെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുക. വലിയ നിയമങ്ങളും നമ്മൾ വെക്കുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. അതേപോലെ അവരോട് സ്നേഹവും ഒന്നും കാണിക്കുന്നുമില്ല. അവരുടെ ലൈഫിൽ തന്നെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയിൽ അവരുടെ ആത്മവിശ്വാസം വളരെയധികം കുറവായിരിക്കും. അവരാരും നോക്കാനില്ല, ഒരു അറ്റൻഷൻ കിട്ടാനില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പോകും. മാത്രമല്ല അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതൽ ഉണ്ടാവാനും ചില പേഴ്സണാലിറ്റി ഡിസോർഡർ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. നാലാമത്തെ പാരന്റിങ് സ്റ്റൈലിലോട്ട് പോവാ അല്ലെ. അതാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ. നിയമങ്ങളും ഉണ്ട്,
നിയമങ്ങൾ വളരെയധികം വ്യക്തതയോട് കൂടെ പറയും, ഇന്നതാണ് നിയമം, ഞാൻ നിങ്ങളിൽ നിന്ന് ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ കൊടുക്കുകയും എന്നാൽ അതിന്റെ കൂടെ നമ്മൾ സ്നേഹവും പ്രകടിപ്പിക്കുന്ന അവരെ കംപ്ലീറ്റ് സപ്പോർട്ട്, അവരെ കൂടെ കളിക്കുന്നു, അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നു, അവർക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് കേൾക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. ഓക്കെ, ഈ രീതിയിൽ ആണ് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ഒരു അതോറിറ്റേറ്റീവ് സ്റ്റൈലിലൂടെ കടന്നു പോയിട്ടുള്ള കുട്ടികൾ, ആ ഒരു പാരന്റിങ് കിട്ടിയ കുട്ടികൾക്ക് നല്ല ആത്മവിശ്വാസമായിരിക്കും. ഓക്കെ, അവരുടെ കോൺഫിഡൻസ് നല്ല ഹൈ ആയിരിക്കും, അവർക്ക് നല്ല ഉത്തരവാദിത്ത ബോധം ഉണ്ടാവും, അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും, നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ പെരുമാറാനും, കാര്യങ്ങള് ഞാൻ ചെയ്ത കാര്യങ്ങള് ഞാനാണ് ഉത്തരവാദി, അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ബോധമൊക്കെ കുട്ടികളിൽ ഉണ്ടാവും. ഓക്കെ, ഓക്കെ, നമ്മൾ സ്കോറിംഗ് എടുത്താലോ? നമ്മൾ ചോദിച്ച ഈ ക്വസ്റ്റ്യനുകളുടെ ഓരോ ഓപ്ഷനും ABCD എന്ന് പറയുന്നത് ഓരോ പാരന്റിങ് സ്റ്റൈൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഓപ്ഷനുകളാണ്. അതില് എത്ര A കിട്ടി, എത്ര B കിട്ടി, എത്ര C കിട്ടി, എത്ര D കിട്ടി എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ചെയ്തോ? ഓക്കെ, കമന്റ് ബോക്സിൽ റിസൾട്ട് നിങ്ങൾ പറയണ്ട. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ, ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഓക്കെ, ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റൈൽ എന്താണോ, കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതോറിറ്റേറ്റീവ് സ്റ്റൈലാണ്. അതാണ് നമ്മൾ പോസിറ്റീവ് പാരന്റിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് ഉണ്ട്, റൂളുകൾ ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ സ്നേഹം കാണിക്കുന്നുണ്ട്. അതോറിറ്റേറിയൻ ആണ് ബി കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റൈല് അതോറിറ്റേറിയൻ ആണ്. നമ്മൾ കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ ആയിരിക്കും നമ്മളൊരു പാരന്റിങ് സ്റ്റൈൽ ഉണ്ടാവുക. പെർമസീവ് C കൂടുതൽ കിട്ടിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തിട്ട് കുട്ടിക്ക് എന്താണോ വേണ്ടത് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് ഒരുപാട് സ്നേഹമുള്ളവരായിരിക്കും പെർമസീവ് പാരന്റിങ് സ്റ്റൈല് ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് റൂള് വളരെയധികം കുറവാണ് കൊടുക്കുക. ഓക്കെ, പിന്നെ എനിക്ക് ഉറപ്പാണ് നമ്മളെ കൂട്ടത്തിൽ ആരും തന്നെ എന്താ പറയാ നെഗ്ലക്ട്ഫുൾ പാരന്റിങ് സ്റ്റൈലിൽ ഉള്ള ആൾക്കാരില്ല എന്നുള്ളത് ഷുവർ ആണ്. നെഗ്ലക്ട്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യൂല എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. ഓക്കെ, സോ എന്താണ് പോസിറ്റീവ് പാരന്റിങ് സ്റ്റൈൽ? അപ്പം പോസിറ്റീവ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളോട് സ്നേഹത്തോടെ കൂടെ അവരെ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വളർത്തുന്ന രീതിയാണ് അല്ലെ. അപ്പോ പാരന്റിങ് സ്റ്റൈല് പോസിറ്റീവ് ആവണം എന്നുള്ളതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് ആത്മവിശ്വാസം കൂടും, അവരിൽ കൂടുതലും ഈ ആങ്സൈറ്റി പോലത്തെ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ അധികം കുറവായിരിക്കും. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ തരണം ചെയ്ത് നോർമൽസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. പാരന്റ് ആയിട്ട് അവർക്ക് എന്ത് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും വേറെ എവിടെയും പോകണ്ട, നമ്മളടുത്ത് തന്നെ വന്നാൽ മതി. ഓക്കെ, വ്യക്തമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ കുറവായിരിക്കും. ഓക്കെ, സ്വയം നിയന്ത്രിക്കാൻ കഴിവും അതേപോലെ തന്നെ ചെയ്ത കാര്യങ്ങളിൽ ഉത്തരവാദിത്തം അവർക്ക് എടുക്കാനും ഉള്ള ടെൻഡൻസി കൂടുതലായിരിക്കും.
അതായത് കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും നമ്മുടെ കുട്ടി. ഈ പോസിറ്റീവ് പാരന്റിങ് സ്റ്റൈലിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളും കുട്ടികളും തമ്മിലുള്ള ബന്ധം വളരെയധികം സ്ട്രോങ് ആയിരിക്കും. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. തുറന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷെയർ ചെയ്യാനും, എന്ത് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണെങ്കിലും അത് നമ്മുടെ അടുത്ത് വന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവും. നമ്മളോട് നന്നായിട്ട് വിശ്വാസം ഉണ്ടാവും. ഓക്കെ. അവർക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയം തന്നെ പരിഹരിക്കാൻ, അതിനെ നേരിട്ട് അതിനെ പരിഹരിക്കാനുള്ള ഒരു കഴിവുണ്ടാവും, സ്കില്ലുണ്ടാവും. ഓക്കെ. അതേപോലെ തീരുമാനങ്ങളൊക്കെ സ്വന്തമായിട്ട് എടുക്കാനും. അപ്പൊ ചില കേസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈവൻ പാരന്റ് അല്ലെങ്കിൽ പാരന്റ് പറയാണ്ട് അഡൽട്ടില് കാണുന്ന കേസുകളാണ് കേട്ടോ. ഒരു ഡ്രസ്സ് എന്താണ് ഇടേണ്ടത് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോലും ബുദ്ധിമുട്ടുന്ന ചില അഡൽട്ടുകളുണ്ട്. കാരണം ചെറുതാവുമ്പോൾ ഒന്നും സ്വന്തമായിട്ട് ഡ്രസ്സ് എടുത്തിട്ടില്ല, എടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്താൽ പോലും അത് അത് കൊള്ളൂലായി, അങ്ങനെ ആ രീതിയിലുള്ള കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള അഡൽട്ടുകൾ ഇപ്പോഴും നമുക്ക് ഉണ്ട്. ക്ലയന്റുകളായിട്ട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ വിഷയങ്ങളുള്ളതായിട്ട്. ഓക്കെ. കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവും, മാനസിക രോഗങ്ങൾ അധികം കുറവായിരിക്കും. അതേപോലെ ഇവർക്ക് പഠനത്തിലും അതേപോലെ നല്ല ബന്ധങ്ങൾ, ലൈഫ് പാർട്ട്ണർ ആയിട്ടുള്ള ബന്ധങ്ങള്, മാരീഡ് റിലേഷൻഷിപ്പ്, പാർട്ട്ണർ റിലേഷൻഷിപ്പ്, ഇതിലൊക്കെ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇത് കുട്ടിക്ക് ഉണ്ടാവുന്ന ഗുണമാണ്. പാരന്റിനും ഒരുപാട് ഗുണങ്ങളുണ്ട്, നമ്മളിപ്പോ തൽക്കാലം അതിലോട്ട് പോകുന്നില്ല. നമുക്ക് പാരന്റ് എന്ന നിലയിൽ നിങ്ങൾ ഇപ്പൊ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊന്ന് എഴുതും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ കുട്ടി കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്നേ, അല്ലെങ്കിൽ നമ്മളിപ്പം വർക്കിംഗ് ആയിരിക്കാം, അതുകൊണ്ട് ടൈം കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല, അങ്ങനെ പല പല കാര്യങ്ങളില്ലേ കുട്ടികളിലുള്ള വാശി. നിങ്ങൾ എന്ത് കാരണത്തിലാണ് ബുദ്ധിമുട്ടുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്യോ. എനിക്ക് ഒരു മെസ്സേജ് ഒരു സമയത്ത് കാണുന്നുള്ളൂ. ഓക്കെ. എന്തെങ്കിലും തെറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാണ്ടിരിക്കും. എത്ര ചോദിച്ചാലും ഒന്നും മിണ്ടാണ്ടിരിക്കും. ഓക്കെ. പിന്നെ വേറെ ആരെങ്കിലും? ആ, ബാലൻസിങ്, വർക്കും ഫാമിലി ടൈമും തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്. ഓക്കെ. കുട്ടിക്ക് 7 വയസ്സാണ്, ഒരിടത്ത് അടങ്ങിയിരുന്ന് പഠിക്കില്ല. ഓക്കെ. പറഞ്ഞോളൂ, പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്തേ. വേറെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലേ? എല്ലാം സ്മൂത്ത് ആണോ? എന്തായാലും സ്മൂത്ത് ആവില്ല, കുറച്ച് പണിപ്പെട്ട പണി തന്നെയാണ് പാരന്റ്. ഫുൾ ടൈം they need my permission, sometimes even to go to toilet. Okay. ഉറക്കത്തില് പേടിച്ച് കരയുന്നുണ്ട്. എത്ര വയസ്സുള്ള കുട്ടിയാ? 12. ഓക്കെ.
ഒന്നിലും ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. ഓക്കെ. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ചെറിയ കുട്ടിക്കുണ്ട് കരയുന്നു. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? ഇനിയും ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ. ഇപ്പം പൊതുവേ നമ്മൾ കാണിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ വാശി കാണിക്കുക, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, അതേപോലെ അനുസരണക്കേട് കാണിക്കുക, വല്ലാണ്ട് ടി വി അല്ലെങ്കിൽ മൊബൈൽ ഈ കാര്യങ്ങളിൽ ഇരിക്കുക, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. മുതിർന്നവരോ ഇളയരോ ആയിട്ടുള്ള സിബ്ലിങ്സ് ഉണ്ട്, അവരുടെ തന്നെ അനിയൻ അനിയത്തിമാര് ഏട്ടന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് അടിപിടി കൂടുക, അവരുമായിട്ട് ഭയങ്കര അസൂയ കൊണ്ട വെക്കുക. അതേപോലെ തന്നെ ആം, ഒരു അച്ചടക്കമില്ലാത്ത സ്വഭാവം കാണിക്കുക, നമ്മൾ പറഞ്ഞതിന് തിരിച്ച് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുക, വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് പാരന്റ് ആണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു സ്ട്രക്ചർ ഇല്ലായക, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സ്ട്രക്ചർ ഇല്ലാണ്ട് ആ ഒരു ഒഴുക്കം മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള പ്രശ്നങ്ങൾ. അതേപോലെ ഞാൻ നല്ലൊരു പാരന്റ് അല്ലേ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ എപ്പോഴും എപ്പോഴും വന്നുകൊണ്ടിരിക്കുക, പാരന്റൽ ഗിൽട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതൊന്നും വയ്യ, മതി, മടുത്തു എന്നുള്ള ലെവലിൽ ബേൺ ഔട്ട്സ് ഉണ്ടാവുക, എനിക്കിനി വയ്യ, ക്ഷീണിച്ചു എന്നുള്ള ലെവലിലോട്ട് പോവുക. കുട്ടികളിൽ അക്കാഡമിക്കലി വളരെയധികം അക്കാഡമിക് പ്രഷർ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് തീർച്ചയായിട്ടും പാരന്റ് ഇതിലും കൂടുതലുണ്ടാവും. പാരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ പ്രൈമറി നമ്മൾ കാണുന്ന പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെ? കുറച്ചും കൂടെ കാര്യങ്ങൾ, 3 വയസ്സ് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും വാശി പിടിച്ച് കരയുന്നു. 3 വയസ്സല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോ നമ്മൾ പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്, ഈ പോസിറ്റീവ് പാരന്റിങ് ചെയ്യാനായിട്ട് ഒരു 5 മെയിൻ കാര്യങ്ങൾ പറയും, അഞ്ച് തൂണുകൾ എന്നുള്ള രീതിയിൽ പറയാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കാര്യങ്ങൾ, ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, ഈ എന്ത് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോഴും അവരെ കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ, ഇനി പോയി പഠിക്കടാ അല്ലെങ്കിൽ നമ്മൾ അവരെ ഇൻസ്ട്രക്ട് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഒരു അമ്മ അച്ഛൻ എന്നുള്ള രീതിയിൽ, കുട്ടി എന്നുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പം നമ്മളൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഹോംവർക്ക് ചെയ്യുന്നില്ല, വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറ്റി, എന്താണ് ഹോംവർക്ക് ചെയ്യാത്ത, എന്താണ് എന്താണ് വേണ്ടത് എന്ന് കുട്ടിയുടെ അടുത്ത് വളരെ അതേ ഒരു ലെവലിൽ നമ്മൾ നിന്നുകൊണ്ട്, കുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം അതേ രീതിയിൽ തന്നെ ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ അവരുടെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ചോദിക്കാം, എന്തുകൊണ്ടാണ് കരയുന്നേ എന്നുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാന്നുള്ളത് ചോദിക്കാം. അപ്പൊ അവര് ആ രീതിയിൽ അവരെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയി എന്നുള്ള ഒരു മീനിങ് അവിടെ എത്തും, കുട്ടിക്ക് മനസ്സിലാവും. അപ്പൊ അവര് ചിലപ്പോ പറയും ലൈക്ക്, എനിക്കിപ്പോ വേറെ എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കളിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്നാക്കൊക്കെ കഴിക്കാം, എന്നിട്ട് നീ 10 മിനിറ്റ് ഒന്ന് ഓടി കളിച്ചിട്ടൊക്കെ വാ, എന്നിട്ട് നമുക്ക് ഇരുന്നിട്ട് ഹോംവർക്ക് ചെയ്യാം, ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ കുട്ടിയെ കറക്റ്റ് ചെയ്യലുമായി, മാത്രമല്ല നമ്മളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കലും കൂടായി. ഓക്കെ. രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത്, വ്യക്തമായിട്ടുള്ള, നമ്മൾ അവരിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവരോട് കൺവേ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. നമ്മള് എന്ത് വേണം, ഇപ്പം ഒരു വർക്ക് എന്തെങ്കിലും അവർക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന സമയത്തിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ അത് ക്ലിയർ ആക്കി ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമ്മൾ വാക്കാലെ ക്ലിയർ ആയിട്ട് അവരിൽ നിന്ന് എന്ത് ബിഹേവിയർ നമ്മൾ ആഗ്രഹിക്കുന്നോ അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. മൂന്നാമത്തേതായിട്ട് പറയുകയാണെങ്കിൽ,
ഒരു ലോജിക്കൽ കോൺസിക്വൻസ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് കുട്ടി ചെയ്തു എന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് പറ്റിയ ഒരു കോൺസിക്വൻസ് ആയിരിക്കണം കുട്ടിക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടി ഒരു ഗ്ലാസ് പൊട്ടിച്ചു എന്ന് വിചാരിക്കാം, നിലത്തിട്ട് പൊട്ടിച്ചു എന്ന് വിചാരിക്കാം. പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നീ തീരെ ശ്രദ്ധിക്കില്ല, പണ്ടേ പറഞ്ഞതല്ലേ ഗ്ലാസ് എടുത്തിട്ട് കളിക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ പെരുമാറുന്നതിന് പകരം അത് ഈ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല, എന്തൊക്കെ സംഭവിച്ചെന്നൊന്നും മനസ്സിലാവില്ല. ആ ഒരു ഗ്ലാസ് പൊട്ടിയതിനുള്ള ഒരു ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു ശിക്ഷണം അല്ല അവിടെ സംഭവിക്കുന്നത്, അല്ലെ? കുട്ടി ആകെ പേടിച്ചു പോവുകയുള്ളൂ. പാരന്റ് ഞാൻ ഇനി ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എന്നെ ഉമ്മ തല്ലും അല്ലെങ്കിൽ അച്ഛൻ തല്ലും എന്നുള്ളതെങ്കിൽ അവർക്ക് ദേഷ്യം പിടിക്കും എന്നുള്ള രീതിയിലാണ് കുട്ടി അതിനെ കോഡ് ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത പ്രാവശ്യം ഈ ഓവർ ശ്രദ്ധാപൂർവം എടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴാണല്ലോ ഓരോരോ അബദ്ധങ്ങൾ പറ്റുക. അപ്പൊ വീണ്ടും അബദ്ധങ്ങളിലോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അതിന് പകരം ഗ്ലാസ് പൊട്ടിയില്ലേ, സാരല്ല, നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, ഓക്കെ, മുറിയൊന്നും ആയിട്ടില്ലല്ലോ, കുഴപ്പമില്ല, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്ലീൻ ചെയ്യുന്നതിലേക്ക് ഈ കുട്ടീനെയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാം. പ്രായത്തിനനുസരിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് സേഫ് ആണെന്നുണ്ടെങ്കിൽ ആ സേഫ്നെസ്സും കൂടെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ. ഓക്കെ, ചെറിയ കുട്ടികളുടെ കാര്യങ്ങളല്ല പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി വേണം. നമ്മളൊരു റൂള് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റൂള് തെറ്റിച്ചാൽ എന്ത് എന്നുള്ളതിൽ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി വേണം. ഇപ്പൊ നമ്മളൊരു റൂള് സെറ്റ് ചെയ്യാണ്, അപ്പൊ കുട്ടിക്ക് മൊബൈൽ കൂടുതൽ യൂസേജ് ഉണ്ട്, നമ്മളത് കുറക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു റൂള് സെറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഒരു ദിവസം ഒരു ½ ആണ് TV കാണാനുള്ള ഒരു സമയം കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അത് നമ്മളൊരു 8-8:30 സമയത്താണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടി അതിന്റെ ഇടയിൽ ഓൾറെഡി സെറ്റ് ചെയ്ത കാര്യമാണ് കേട്ടോ പറയുന്നത്, കുട്ടിയും കൂടെ അംഗീകരിച്ചിട്ട് തമ്മിൽ സംസാരിച്ച് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇതിന്റെ ഇടയിൽ കുട്ടി അല്ല എനിക്ക് TV കാണണം അല്ലെങ്കിൽ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാതെ ചോദിച്ചല്ലേ പോട്ടെ, ഇപ്പൊ നാളെ തൊട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുണ്ടെങ്കിൽ ആ ½ കട്ടാക്കുക. അപ്പൊ നമ്മൾ ആ റൂളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത പോലെയാവും കാര്യങ്ങൾ. അതേപോലെ അടുത്തൊരു പില്ലറാണ്, 4ാമത്തെ പില്ലറാണ് നമ്മൾ ഒരു അവർക്കൊരു വികാര പരിശീലനം കൊടുക്കാന്ന് പറയണത്. ഇതില് മറ്റേത് എഴുതിയത് തെറ്റാണ് കേട്ടോ. അതായത് അവരുടെ ഇമോഷൻ എന്താണ്, അവർക്ക് എന്താണ് ഫീല് ചെയ്യുന്നത് എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ്. ചില കുട്ടികൾ ബോറടിച്ചാലും കരയും. ഓക്കെ, ബോറടിച്ചാലും കരയും, അല്ലെങ്കിൽ വാശി കാണിക്കും, പലതും കാണിക്കും. ചില കുട്ടികൾ ഉറങ്ങാൻ നേരം വൈകി കഴിഞ്ഞാൽ ഒരു 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 വേറൊരു ബിഹേവിയർ കാണിക്കും. അപ്പം ഇവർക്ക് എന്താണ് അവരുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവര് സങ്കടപ്പെടുകയാണോ, ദേഷ്യപ്പെടുകയാണോ, ഫ്രസ്ട്രേറ്റഡ് ആണോ, എന്താണ് അവരുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗ്ലാസ് പൊട്ടിയ കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വിഷമായോ, അല്ലെങ്കിൽ നീ പേടിച്ചു പോയോ എന്ന് നമ്മൾ കുട്ടീനോട് ചോദിക്കുമ്പോൾ ഓക്കെ, ഗ്ലാസ് പൊട്ടുമ്പോൾ ചിലപ്പോൾ എനിക്കുള്ള ഫീലിംഗ് ചിലപ്പോൾ പേടിയായിരിക്കും, അല്ലെങ്കിൽ വിഷമമായിരിക്കും, സങ്കടപ്പെടണ്ട എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ദാറ്റ് ഇസ് ഫൈൻ എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് അവർക്ക് വികാര പരിശീലനം എന്തിനാന്ന് വെച്ചാല് അവർക്ക് ടാൻഡ്രംസ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിങ്ങനെയാണ്, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡൗൺ ആയിട്ട് വരും എന്നുള്ള രീതിയിൽ അവർക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. 5ാമത്തെ പില്ലർ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കുട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അവർക്ക് മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടി 7 മണിയാകുമ്പോൾ പഠിക്കാനിരിക്കണം എന്നാണ് നമ്മൾ കുട്ടീനോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടെ ഇരിക്കണം. ഓക്കെ, നമ്മളും അവരെ കൂടെ ഇരിക്കുക, കാര്യങ്ങൾ അവരെ കൂടെ ചെയ്യുക. ഒന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഹോംവർക്ക് പഠിപ്പിക്കുക എന്നുള്ള ലെവലിലോട്ട് പോവുക, അതല്ലെങ്കിൽ നമ്മൾ നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് പോയാലും മതി. ഒരുമിച്ച് ഇരിക്കുക, നമ്മൾ ബുക്ക് വായിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബുക്കുകൾ വായിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ആ സമയത്ത് അവര് പഠിക്കുകയും നമ്മൾ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ട് ചിരിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു മോഡൽ ആവില്ല. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് ടെൻഡൻസി ഈ ചിരിക്കുന്ന കാര്യത്തിലേക്ക് പോകാനായിരിക്കും, കൂടുതൽ ഡോക്യുമെന്റ് കിട്ടുന്ന കാര്യത്തിലേക്ക് പോകാനായിരിക്കും. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മൾ 5 പില്ലറുകൾ എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊരു വലിയൊരു ഏരിയ തന്നെയാണ്. നമുക്ക് വർക്ക്ഷോപ്പ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് ഓരോ ഭാഗങ്ങളും എടുത്ത് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, പരിശീലിപ്പിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പോ അല്ലെങ്കിൽ യെസ്ന്നോ ഇടാം. ഏതെങ്കിലും കാര്യം പറയേണ്ടതുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ഇപ്പൊ പോസിറ്റീവ് പാരന്റിങ് എന്താ, അതിന്റെ പില്ലേഴ്സ് ഒക്കെ പറഞ്ഞു. നമ്മൾ നമ്മളെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തു അല്ലെ? നേരത്തെ നമ്മൾ എന്തിലൊക്കെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇത് രണ്ടും കൂടെ കോർത്ത് വെച്ച് നോക്കുമ്പം ഇത് ചില്ലറ പണിയൊന്നല്ല അല്ലെ? നമുക്ക് ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം. പെട്ടെന്നൊന്നും നമുക്ക് കണക്ഷൻ ആണ്, കറക്ഷൻ അല്ല വേണ്ടത് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ അത് യോജിച്ച് വന്നോണമെന്നില്ല അല്ലെ? അപ്പോ നമുക്ക് ഈ പോസിറ്റീവ് പാരന്റിങ്ങിലോട്ട് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ചില ചില ടൂൾസുകളുണ്ട്. ഓക്കെ, നമ്മൾ ചില ചില ടെക്നിക്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതൊരു വലിയ ഏരിയ ആണ്. ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോവാൻ മാത്രമാണ് ചെയ്യുന്നത്. ട്രെയിനിങ് പോലെയൊന്നും കാര്യങ്ങൾ പോവില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്ത് നോക്കാം, എന്തായാലും എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, നമ്മള് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സംഭവിക്കുകയാണ്, നമുക്ക് ഒട്ടും തന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിയമങ്ങൾ ലംഘിക്കുന്നു, നമ്മൾ പറഞ്ഞത് കേൾക്കാണ്ടിരിക്കുന്നു, തിരിച്ച് ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ റീസ് ആവും, നമുക്ക് ദേഷ്യം വരും അല്ലെ? അപ്പൊ അങ്ങനത്തെ സമയത്ത് ദേഷ്യം പിടിച്ചു പോയി കഴിഞ്ഞാൽ, ഓൾറെഡി നമുക്ക് ദേഷ്യം വന്നു പോയി കഴിഞ്ഞ് നമ്മൾ അവരെ ചീത്തൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ റീകണക്ട് ചെയ്യാം. അവരിലോട്ട് തന്നെ പോയി നമ്മൾ പറയാം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു പോയി, ഇപ്പൊ ഞാൻ കാമാണ്. നമ്മൾ നേരെ തിരിച്ച് നീ അങ്ങനെ ചെയ്തോണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നത്, നമുക്ക് ദേഷ്യം വന്നിട്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്ഷൻ ഉണ്ടാക്കലാവൂല കേട്ടോ. അപ്പൊ കുട്ടീനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് വരിക. നമുക്ക് ദേഷ്യം വന്നിട്ടുള്ളത് നമ്മളെ പ്രശ്നമാണ്, അവരെ പ്രശ്നമല്ല. നമുക്ക് സമാധാനത്തിലും സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സമാധാനത്തില് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നമുക്ക് ദേഷ്യം വന്നു, ഓൾറെഡി ദേഷ്യം വന്നു, അങ്ങനെ ആവുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന്റെ മുന്നേ ഒന്ന് പോസ് ചെയ്യാം. എന്നിട്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. 1 2 തവണ ഡീപ് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. റിയാക്ട് ചെയ്യല്ല, റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, എന്താണ് കാര്യം, നിനക്ക് എന്താ പ്രശ്നങ്ങള് എന്ന് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ പെട്ടെന്ന് കാം ഡൗൺ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പോസ്, ബ്രീത്ത് ആൻഡ് റെസ്പോണ്ട് മെത്തേഡ് യൂസ് ചെയ്താൽ. എല്ലാരും ചെയ്തു നോക്കോ? അടുത്ത അവസരത്തിനായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് ടെക്നിക്ക് എഫക്റ്റീവ് ആണോ എന്ന് നോക്കണം. ഓക്കെ, വെരി ഗുഡ്. വെരി. അടുത്തത് ഇമോഷൻ കോച്ചിങ് ആണ്. അവരിൽ എന്ത് വികാരമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യാം. അതേപോലെ ചാർട്ട്സ് ഉണ്ട്, ചാർട്ടുകൾ കിട്ടും, നമുക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ ചാർട്ടുകൾ കിട്ടും. ആ ചാർട്ടിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, ഇതിൽ ഏത് വികാരമാണ് നിനക്കുള്ളത്, നിനക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ദേഷ്യമാണോ, വിഷമാണോ, സങ്കടാണോ, ഇമോഷൻ ട്രെയിനിങ് കൊടുക്കാന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അവരെ നമ്മള് പെർഫെക്റ്റ് ആവുക എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാണ്ട് അവരെടുത്ത എഫേർട്ടിനെ നമ്മൾ പ്രൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഒരു കുട്ടി, ഒരു കേസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു ഫുൾ മാർക്സ് ഒക്കെ കിട്ടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരു ഒരു വിഷയത്തിലോ 2 വിഷയത്തിലോ എങ്ങാനും 98 96 എന്നുള്ള രീതിയിലൊക്കെ മാർക്സ് വന്നു. അത് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് പാരന്റ്സ് ചോദിക്കുന്നു, ഈ 2 മാർക്ക് എവിടെ പോയി, അല്ലെങ്കിൽ ഇതെവിടെ, മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്ക് ഉണ്ടല്ലോ, നിനക്ക് എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒരിക്കലും ആ കുട്ടിക്ക് സേഫ് ഫീലിംഗ് തോന്നൂല. നമ്മളെ പാരന്റ് ഒരിക്കലും നമ്മളാൽ ഫുൾഫിൽഡ് അല്ല എന്നുള്ള രീതിയിലാണ് കുട്ടികൾക്ക് തോന്നുക. അപ്പൊ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് അവർ വരില്ല. ഓക്കെ, കാരണം നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതെവിടെ അതെവിടെ, ഇങ്ങനെയാണോ. കുട്ടികൾ എന്ത് ചെയ്താലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു അവസ്ഥയിലോട്ടാണ് കുട്ടികൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ അവര് ചെയ്യുന്ന എഫേർട്ടുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. കുട്ടി കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്, കുട്ടി പഠിക്കുന്നുണ്ട്, കുട്ടി പഠിച്ചിട്ട് കിട്ടിയ മാർക്കാണോ, കുട്ടി പഠിച്ചിട്ട് കിട്ടിയ മാർക്കാണ്, വെരി ഗുഡ്.
ഓക്കെ, ഇനി എങ്ങനെയാണ് ഇനിയിപ്പോ മാർക്സ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ കിട്ടിയില്ലേ, ഇത്ര മാർക്സ് കിട്ടിയില്ലേ, ഇനി നമ്മൾ ഇതിലേക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? നമുക്ക് അടുത്ത പ്രാവശ്യം ഈ മാർക്കിനെ കുറച്ചും കൂടെ ഒന്ന് മുകളിലോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്താ ചെയ്തു തരണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് കുട്ടികൾ ഓക്കെ, പാരന്റ് അവൈലബിൾ ആണ് അവർക്ക് വേണ്ടിയിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും യെസ് ഓർ നോ ഒന്ന് പറയോ? ഓക്കെ, സംടൈംസ് ചെയ്യാറുണ്ട്. വെരി ഗുഡ്. വേറെ ആരെങ്കിലും? ഓക്കെ, ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് ക്വാളിറ്റി ടൈമിനെ പറ്റിയിട്ടാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആരോ ഒന്ന് പറയണ്ടായി വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയണ്ടായി. നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് മാത്രമല്ല, ഒരു കപ്പിളിനും വളരെയധികം നല്ലൊരു കാര്യമാണ്. ഒരു ഫാമിലിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്നുണ്ട്, വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയം മൊത്തം യൂസ് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുമിച്ച് ഇരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന, കാര്യങ്ങള് വിശദീകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവല് വളരെയധികം കുറവാണ് അല്ലെ? ഇതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും സമയം കണ്ടെത്താന്നുള്ളത്. ഓക്കെ, പൊതുവെ ക്വാളിറ്റി ടൈം ഒക്കെ പറയുമ്പോൾ 20 to 45 മിനിറ്റ്സോളം നമ്മൾ ഇതിന് ഒരു ദിവസം 20 മുതൽ ഒരു 45 മിനിറ്റ് വരെ നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാന്നുള്ളത്. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, എല്ലാവരും കൂടെ കൂടി, നമ്മളെ കുട്ടികളും നമ്മളും ഒക്കെ കൂടി സംസാരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സ്കൂളിൽ എന്താ ഉണ്ടായത്, നീ അങ്ങനെ ഉണ്ടായോ, ടീച്ചർ എന്താ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യാം. നമ്മൾ നമ്മളെ വിശേഷങ്ങളും പങ്കുവെക്കും. അങ്ങനെ ഉണ്ടായി, നമുക്ക് ഉണ്ടായ നെഗറ്റീവ് കാര്യങ്ങളും പങ്കുവെക്കാം, പോസിറ്റീവ് കാര്യങ്ങളും പങ്കുവെക്കാം. അതുപോലെ തന്നെ അവരും ചെയ്യും, നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ അവരും ചെയ്യും. അപ്പൊ അവരെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അവരെന്തെങ്കിലും പ്രോബ്ലത്തില് സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. വേണ്ട രീതിയിൽ അതിനെ പ്രതികരിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നിലധികം കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കായിട്ടും കുറച്ച് സമയം മാറ്റി വെക്കേണ്ടത്. അപ്പൊ സ്പെഷ്യൽ ടൈം ഒരു കുട്ടി 10 മിനിറ്റ് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ടൈം അവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് അവര് നടന്നുകൊണ്ട് ചെയ്യാണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡെയിലി നമുക്ക് സംസാരിക്കാൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും സംസാരിക്കണം എന്നില്ല. ചില സമയത്ത് നമുക്ക് ഗെയിംസ് കൊണ്ടുവരാം, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗെയിമുകൾ, പാമ്പും കോണിയും കളിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താണോ ഗെയിം അത് കൊണ്ടുവരാം. ഇനി ലൈക്ക് കുറച്ച് സമയം ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു മൂവി കാണുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ഈ ക്വാളിറ്റി ടൈമിൽ തന്നെ പെടുത്താം. അപ്പൊ അവർക്ക് ഫീൽ ചെയ്യുന്നത് നല്ല കെട്ടുറപ്പുള്ള ഒരു ഫാമിലി ആയിട്ടാണ്. ഓക്കെ, അതിൽ നിന്ന് അവർക്ക് ഹാപ്പിനെസ്, നമ്മളെ ഫാമിലിയിൽ നിന്ന് തന്നെ ഹാപ്പിനെസ് അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മറ്റ് ഹാപ്പിനെസ് തേടി പോകാനുള്ള സാധ്യതകൾ കുറയും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ജസ്റ്റ് ഇമോഷൻ ചാർട്ട് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ടിട്ടാണ്. നമ്മുടെ ബേസിക് ഇമോഷൻസ് ഇന്നതൊക്കെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മൈക്ക് ഓൺ ചെയ്തിട്ടും ചോദിക്കാം. അധികം പേരില്ലല്ലോ, 32 പേരല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് 1 മണിക്കൂറിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളല്ല, ഭയങ്കര വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഞാൻ എന്തൊക്കെ പറയുന്നൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. എന്നാലും ഞാൻ സെൽഫ് റിഫ്ലക്ഷൻ നടത്തണം, സ്വന്തം കാര്യം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ്, പ്രശ്നം ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ബേസിക് ലെവലിൽ നിന്നാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഇൻഡെപ്ത് പോകണം, പോസിറ്റീവ് പാരന്റിങ് സ്റ്റൈൽ കംപ്ലീറ്റ് പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പ് പോലൊക്കെ ചെയ്യാം. 1 or 2 ഒക്കെ ഗൂഗിൾ മീറ്റ് ത്രൂ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്.
എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഇതിന്റെ ഇടയിൽ ഞാൻ എനിക്ക് 4 വയസ്സുള്ള മോളാണുള്ളത്. ഹലോ. ഓക്കെ. അപ്പോ പബ്ലിക്കലി പോകുമ്പോ വാശി പിടിക്കുമ്പോ നമുക്ക് ക്രൗഡിന്റെ ഇടയിൽ നിന്ന് ഓരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സമയം കിട്ടൂല. ആ സമയത്ത് എന്താ ചെയ്യാ? അപ്പൊ ഞാൻ ക്രൗഡിന്റെ 4 വയസ്സാണ്. 4 വയസ്സാണ്, വാശി പിടിക്കുന്നുണ്ടാവും. അപ്പം അവരുടെ ഈ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ? ഇതില് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാനിക് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കുട്ടീനോട് ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ അവര് പെട്ടെന്ന് ടാൻട്രംസ് കാണിക്കുന്നത് നിർത്തണം എന്നുള്ള നമ്മളെ നിർബന്ധം വരുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്നുള്ള ഞാനൊരു നല്ല പാരന്റ് അല്ലേ, അവരൊക്കെ എന്നെയാണല്ലോ നോക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗിൽ നിന്നാണ് അല്ലേ? ആണോ ഗായത്രി? അതെ അതെ. നമ്മൾ മറ്റുള്ള ക്രൗഡിനെ മനസ്സിലാക്കുന്ന സമയം എടുത്തിട്ട് നമ്മളെ കുട്ടീനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ? കുറച്ചു നേരം ടാൻട്രംസ് കാണിക്കട്ടെ, കുറച്ചു നേരം വാശി പിടിക്കട്ടെ, നമ്മൾ കുറച്ചു നേരം സമാധാനമായിട്ട് നിൽക്കാം. നമ്മൾ പാനിക് ആവാണ്ടിരിക്കുക, അയ്യോ മിണ്ടാണ്ടിരിക്കുന്നൊന്നും പറയാണ്ടിരിക്കുക. അതിന് പകരം നമ്മൾ കുറച്ചു നേരം അവരെന്താണോ ചെയ്യുന്നത് അത് ചെയ്യട്ടെ എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ കാമായിക്കൊണ്ട് തന്നെ എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ, ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ അവര് നമ്മൾ കാമായിട്ട് ഇരുന്നാൽ തന്നെ അവരവരുടെ കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മളുടെ ഒരു റൂള് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള റൂളാണ്. എന്താണ്? ഇപ്പൊ നമ്മളൊരു ടോയ് വേണമെന്ന് വാശി പിടിക്കാന്ന് വിചാരിക്കാം. ടോയ് നമ്മൾ വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടോയ് വാങ്ങി തരാൻ വേണ്ടി പറ്റില്ല, അമ്മ അന്ന് പറഞ്ഞതാണല്ലോ, നമുക്ക് വേറെ ടോയ്കൾ ഉണ്ടോ നോക്കാം. നമ്മൾ ഇങ്ങനെ ഒരു ടോയ് നോക്കുന്നുണ്ട്, അത് മോൾക്ക് ഇന്ന് പോകുന്നതിന്റെ ഉള്ളിൽ വാങ്ങിത്തരാം, അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനോട് കൊണ്ടുതരാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേണമെന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ ഗായത്രി? ഹലോ. ഹലോ. എക്സ്ക്യൂസ് മീ മാം. ഓക്കെ മാഡം, ഞാൻ പറഞ്ഞിരുന്നു മോന്റെ പേരിനെ പറ്റിയിട്ട്. രാത്രി അവൻ കരയും ഉറക്കത്തില്. 12 വയസ്സുള്ള കുട്ടിയാണോ? അതെ അതെ അതെ, പാനിക് ആയിട്ട് തന്നെ എന്നാ തോന്നുന്നത്. ഒരു സെക്കൻഡ്, എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല. ഹലോ. ഹലോ മാം. മാം വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞോളൂ. 12 വയസ്സായ മോനാണ്. അവന് ഉറക്കത്തിൽ പെട്ടെന്ന് നെറ്റി നീട്ടിട്ട് കരയും. 12 വയസ്സായിട്ടുള്ള മോനാണ്. അവന് ഉറക്കത്തില് കരയുന്നുണ്ട്. ഉറക്കത്തിൽ എണീറ്റിട്ട് പെട്ടെന്ന് കരയും. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അവന് വേറെ ഒരു പഠിത്തത്തിലൊക്കെ പ്രോബ്ലം ഇല്ല. 12 വയസ്സെന്ന് പറയുമ്പോ എത്രാം ക്ലാസ്സിലാ? അവൻ 7ാം ക്ലാസ്സിലാണ്. 7ലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കുട്ടീനോട് സംസാരിച്ചു നോക്കിയിട്ടുണ്ടോ? അതെ അതെ. സ്കൂളിലെ വിശേഷങ്ങള്, ഫ്രണ്ട്സിന്റെ വിശേഷങ്ങള്, മറ്റു കാര്യങ്ങള്, നമ്മളൊക്കെ അവരെന്തുകൊണ്ടാ ഹലോ, എനിക്ക് തോന്നുന്നത് അവന്റെ ഉള്ളിൽ എന്തോ ഒരു പേടി കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതെങ്ങനെ മാറ്റിയെടുക്കാം? അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, പക്ഷെ അതെങ്ങനെ മാറ്റിയെടുക്കാന്നുള്ളതാണ് ഞാൻ. എന്താണ് പേടിയെന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. അത് അവനത് ക്ലിയർ ആയിട്ട് പറയണില്ല. ചിലപ്പോ ഞാൻ എന്തെങ്കിലും ചീത്ത പറയണ സമയത്ത്, എന്തെങ്കിലും അവൻ ചെയ്യണ സമയത്ത് അത് അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോ അവനിങ്ങനെ ഭയങ്കര വിഷമം വരും. അന്നൊക്കെയാണ് കരച്ചില്. ആണല്ലേ? ഒന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജി, നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ, ഉള്ളിൽ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടോ, പുറത്തോട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ടൂൾസ് ഉണ്ട്, അസസ്മെന്റ് ടൂൾസുകൾ ഉണ്ട്. ഓക്കെ, ചില ടെസ്റ്റുകളുണ്ട്.
അപ്പം അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം പുറത്തോട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ വിഷയങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ മാം. താങ്ക് യു മാം. കുട്ടിയോട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് അതന്ന് അങ്ങനെയല്ല, അവര് പറയുന്നതിനെ അതേ മീനിങ്ങോട് കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവര് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ അവർ പറയുന്നത് കേൾക്കുക, അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുക. നമ്മൾ അപ്പൊ തന്നെ തിരുത്താനൊന്നും പോണ്ട, തിരുത്താനേ പോണ്ട, അവര് പറഞ്ഞു തീർക്കട്ടെ. ആ രീതിയിൽ നമ്മൾ ഇരുന്ന് കേൾക്കുക. മോൻ എന്താച്ചാ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നമ്മളതാണല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാന്നുള്ളത്. ഓക്കെ, ചെയ്ത് നോക്കൂട്ടോ. ചില പുറത്തോട്ട് പറയാൻ ഫിയറുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. നോക്കി നോക്കും എങ്ങനെയാ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അതുപോലെ. എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവണില്ല. ബ്രദേഴ്സ് ടീ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് വോയിസ് മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കോ? ഹലോ, ഹുസ്നയാണെന്ന് തോന്നുന്നു. എനിക്കത് ക്ലിയർ ആവുന്നില്ല. ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാം. ഹലോ മാം. പറഞ്ഞു. എന്റെ മോന് ഇതുപോലെ വാശി പിടിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ പബ്ലിക്കിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് അങ്ങനെ പറഞ്ഞതാ. എന്താ ചെയ്യാറ്? അങ്ങനെ വാശി പിടിച്ച് കരയുന്ന സമയത്ത് ഞാൻ അവനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരിക്കും. അപ്പൊ അത് കൊടുക്കും. അങ്ങനെ ഓക്കെ ആവാൻ നോക്കും. പിന്നെ വിശക്കാണ്ടിരിക്കാൻ നോക്കും. മെയിൻ ആയിട്ട് ഇങ്ങനെ വിശക്കുന്ന സമയത്താണ് അധികം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതെ, വിശക്കുക, ഉറക്കം വന്നിരിക്കുക എന്നൊക്കെ സമയത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അവര് ടാൻട്രംസ് കാണിക്കുന്നത് എന്തിനാന്നുള്ളതും മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. പിന്നെ എനിക്ക് എന്റെ മോനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് മോന് മൂത്ത ആൾക്ക് ഇപ്പൊ 9 വയസ്സായി. അവന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ട് നമ്മളത് ചോദിക്കുന്ന സമയത്ത് ചുമ്മാ മുഖത്തോട്ട് നോക്കി അങ്ങനെ നിൽക്കും. അല്ലാണ്ട് അതിനൊരു റിപ്ലൈ തരില്ല. ഇനി അവന് എന്ത് ചെയ്താലും ശരി, നമ്മള് അത് ക്വസ്റ്റ്യൻ ചെയ്താൽ അത് എന്താ നീ അങ്ങനെ ചെയ്തേന്ന് ചോദിച്ചാല് അങ്ങനെ മുഖത്ത് നോക്കി അങ്ങനെ നിൽക്കും. അതിനൊരു റിപ്ലൈ തരില്ല. മാത്രമേ ഉള്ളൂ അങ്ങനെ? നീ എന്താ അങ്ങനെ ചെയ്തേന്ന്? അല്ലാണ്ട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ചെയ്യും. പിന്നെ അവന്റെ ടീച്ചേഴ്സ് പറയുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാല് അവന്റെ അടുത്ത് ഒന്ന് കൂട്ടുകൂടാനായിട്ട് ജസ്റ്റ് ഒന്ന് അവന്റെ തലയിലൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്യേ അല്ലെങ്കിൽ അവനൊന്നിങ്ങനെ ഹഗ് ചെയ്യാനൊക്കെ പിടിക്കുമ്പോ അവനക്ക് അതിനോടൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ഇങ്ങനെ മാറി മാറി നിൽക്കും. അതൊന്നും അവന് ഇഷ്ടല്ല. അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറാണ്. ഇഷ്ടമില്ലായ്മ എങ്ങനെ കാണിക്കുക? അവങ്ങനെ മാറി മാറി ഇങ്ങനെ നിൽക്കും. അല്ലാണ്ട് തട്ടി മാറ്റിയ ദേഷ്യം എന്തെങ്കിലും ഒന്നും സംസാരിക്കില്ല. അവന്റെ ആ ഫ്രണ്ട്സിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കും. പിന്നെ എന്റെ അടുത്തും അവന്റെ പപ്പന്റെ അടുത്തൊക്കെ സംസാരിക്കും. പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അവന് ഓക്കെയാണ്. കളിക്കാനും സ്മാർട്ടാണ്. പിന്നെ പഠിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ മിണ്ടാണ്ടിരുന്നു എന്ന് പറഞ്ഞ കേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എന്ത് കാര്യത്തിലാണ്? അതിനോട് എങ്ങനെയാണ് റിപ്ലൈ ചെയ്തത്? അതായത് ഇപ്പൊ അവൻ പുറത്തു പോയ സമയത്ത് നമ്മള് കടയിൽ നിന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും മേടിക്കരുത്. അതായത് ഇങ്ങനെ ഒത്തിരി ലോക്കൽ ആയിട്ടുള്ള മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാൻ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പുറത്തു പോകുന്ന സമയത്ത് അവൻ അതൊക്കെയാണ് വാങ്ങിച്ചു കഴിക്കുക. അപ്പൊ കടയത്തെ അങ്കിള് വന്നിട്ട് പറയും ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മോനെന്ന് പറയുമ്പോ അപ്പോഴാണ് ഞാൻ അറിയുക. അപ്പൊ ഞാൻ മോൻ്റെ അടുത്ത് നീ എന്തിനാടാ അത് വാങ്ങിച്ചേ? അത് എന്തിനാണ്? അത് നന്നല്ല. അത് എന്തിനാ? അപ്പൊ നീ അത് വാങ്ങിച്ചേ? എന്റെ അടുത്ത് പറഞ്ഞാ നിനക്ക് വേറെ വാങ്ങിച്ചു തരില്ലേ എന്ന് ചോദിക്കുമ്പോ ചുമ്മാ നോക്കി അങ്ങനെ നിൽക്കും. അത്തരം കാര്യങ്ങളില് നമ്മൾ എന്തുകൊണ്ടാണ് നോ പറഞ്ഞത് എന്നുള്ളത് ക്ലിയർ അല്ല കുട്ടിക്ക്.
അതായത് എന്നിട്ട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ്, അതായത് അത് ബാഡ് ആണ്, അത് നല്ലതല്ല, അതിൽ കളേഴ്സ് ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതൊക്കെ നമ്മുടെ ഹെൽത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് പറയുന്നേ. കളേഴ്സ് യൂസ് അതിക്കും നല്ല ചെയ്യുമ്പോൾ നല്ല എന്ത് സംഭവിക്കും, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നില്ലേ? അത് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, കുറച്ചും കൂടെ വ്യക്തമാക്കി കൊടുക്കാം. അതിനോടുള്ള ഒരു ഓക്കെ ഓക്കെ. ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്യേണ്ടത് കുട്ടിക്കുള്ള. ഓക്കെ, ഇപ്പൊ ആ ആ ഭയങ്കര കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള മിഠായിയാണ് കുട്ടിക്ക് ഇഷ്ടം, അതിലോട്ടാണ് അട്രാക്ട് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മള് ആ കളർ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് അറിയാലോ. ഇപ്പൊ റെഡ് കളർ ഒക്കെ അതെ. ആണെന്നുണ്ടെങ്കിൽ റെഡ് കളേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ചെറിയ ബീറ്റിൽസിൽ നിന്നാണ്, ചെറിയ ചെറിയ എന്താ പറയുക വണ്ട് പോലത്തെ ഒക്കെ സാധനത്തിൽ നിന്നാണ്. ഓക്കെ, പൊതുവെ വണ്ടിനോടൊന്നും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അറപ്പായിരിക്കും, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അതെ. അല്ലെ. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, അതിനെ വിശ്വസിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ വിശ്വസിക്കണം കുട്ടിക്ക്. അത് ഉള്ളത് തന്നെയാണ്, നമ്മൾ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല, അല്ലെങ്കിൽ ഓവറാക്കുന്നതല്ല അതെ, എന്നുള്ളത് എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഫോണിൽ രീതിയിൽ കാര്യങ്ങൾ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് കാണിക്കും. ഞാൻ ഈ അടുത്ത് ചില വീഡിയോസ് കണ്ടിരുന്നു, ലൈക്ക് ഇങ്ങനെ എന്തോ കഴിക്കുന്ന സമയത്ത് അത് കുടലിലൂടെ പോകുന്നു, അവിടുന്ന് പുഴുകളൊക്കെ വരുന്നു, അത്തരത്തില്. അത് കുട്ടികൾ കുറച്ചും കൂടെ ബുദ്ധിയും ബോധമുള്ള കുട്ടികളാണ്. ഫാന്റസി ആയിട്ട്. അതെ അതെ അതെ, അങ്ങനെയല്ല. അല്ലാതെ തന്നെ ഇല്ലോജിക്കൽ ആയിട്ടാണ് റബ്ബർ അതൊക്കെ. ബാൻഡ് ഇതുപോലെ കയ്യിലിട്ട് മുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും, അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്യാണ് ബിഹേവിയർ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റൂൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു കോൺസിക്വൻസ് യു വിൽ ഗെറ്റ് എന്നുള്ളത് പറയാം. ഓക്കെ, പറയാ, അത് അങ്ങനെയാണ് ഇപ്പൊ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഇറ്റ് പക്ഷെ ഈസ് ലൈക്ക് നമ്മള് കുട്ടി ഫോണോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം കുറച്ച് കുറക്കുക. ഓക്കെ, നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്, 1/2 മണിക്കൂറാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിന്ന് 10 മിനിറ്റ് ഞാൻ കട്ട് ചെയ്യൂട്ടാ എന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് കട്ട് ചെയ്യുക. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടുത്ത തവണ ഇപ്പൊ എല്ലാ തിങ്കളാഴ്ചയാണ് മിഠായി കൊടുക്കുന്ന ഒരു ദിവസം എന്നുണ്ടെങ്കിൽ ആ തിങ്കളാഴ്ച മിഠായി കിട്ടൂല, അന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മിഠായി തരാനാണ്, ആ മിഠായി ഞാൻ തരൂല, അടുത്ത വീക്കേ തരുള്ളൂ, ബിക്കോസ് നീ ഇന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ എന്നുള്ളത് കുട്ടീനെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. നമ്മളൊരു റൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏത് സമയത്ത് അവർ ആ റൂൾ തെറ്റിക്കുന്നോ നമ്മൾ ഈ സാധനത്തിൽ തന്നെ സ്റ്റിക്ക് ചെയ്യണം. അതിന്റെ കോൺസിക്വൻസസ് ഇന്നത് തന്നെയാണ് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പോകണം. ഓക്കെ, അതില് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതാണ് പാട്. ചില സമയത്ത് നമുക്ക് അതിന് പറ്റാണ്ടാവാണ്. ചിലപ്പോ അവരെ ഒരു സങ്കടം ഇതൊക്കെ കാണുമ്പോ നമ്മൾ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യും. ലെവലിലോട്ട് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇതുകൊണ്ടല്ലേ, ഓൾറെഡി നമ്മള് റൂള് സെറ്റ് ചെയ്തതാണല്ലോ, റൂള് നമ്മള് നോക്കണ്ടേ, വിഷമിക്കണ്ട, നമ്മളിപ്പോ ഈ ഒരു പ്രാവശ്യത്തിനുള്ള കോൺസിക്വൻസ് അല്ലേ, അടുത്ത പ്രാവശ്യം മുതൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ചെറുതാവുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ട്രോമാസ് സിറ്റുവേഷനൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ് മക്കൾക്ക് ഇനി അതുപോലത്തുള്ള ഇതുകളൊന്നും ഉണ്ടാവരുതേ എന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ട്രീറ്റ് ചെയ്യുക. അപ്പൊ അത് കാണുമ്പോ എന്റെ ഉമ്മയാണെങ്കിലും ഹസ്ബൻഡിന്റെ ഉമ്മയാണെങ്കിലും ഒക്കെ പറയും, എന്താ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുന്ന പറയും അവര്. പക്ഷെ എനിക്ക് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് നേരിട്ടിട്ടുള്ള എന്റെ ഇതെന്നാണ് ഞാൻ അവരെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. ഓരോന്നിനും വാശി പിടിക്കുന്ന നമ്മളെ പാരന്റിംഗിൽ എന്തായാലും പ്രോബ്ലംസ് ഉണ്ട് അല്ലെ, നമ്മളെ പാരന്റ് ചെയ്തതിൽ പ്രോബ്ലംസ് എന്തായാലും ഉണ്ട് അല്ലെ. അവരത് ഇതിനെ കുറിച്ചിട്ട് അറിയുന്നവരോ ഒന്നും ആയിരുന്നില്ല, ഫ്ലോയിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുന്നവരായിരുന്നു അല്ലെ. അതേപോലെ തന്നെ നമ്മളും ഒരു പെർഫെക്റ്റ് പാരന്റ് അല്ല. ഇപ്പൊ ഈ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു, ആ അച്ചടിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ എല്ലാ സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റിക്കോണം എന്നില്ല. ഇല്ല, നമ്മളെ പാരന്റ് നമ്മളതിൽ ഗിൽട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഗിൽട്ട് ഫീൽ ചെയ്യാണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോ ദേഷ്യം പിടിച്ചു പോയി അല്ലെങ്കിൽ നമ്മള് അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയിലേക്ക് റീച്ച് ചെയ്യാം. നമുക്കിങ്ങനെ ദേഷ്യം വന്നു പോയി, അതിന് നമുക്ക് സോറി ചോദിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ട്രോമേനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ നമ്മളുടെ പാരന്റ് നമുക്ക് ട്രോമ തന്നു എന്ന് പറഞ്ഞ കാര്യങ്ങള് അവര് ഇരുന്ന് കേൾക്കാൻ തയ്യാറാവുകയും എനിക്ക് അന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് പറയുകയും നിനക്ക് വിഷമായോ എന്ന് പറഞ്ഞതോടുകൂടെ നമ്മുടെ ട്രോമ ചിലപ്പോ അവിടെ എന്തായി,
ആ ട്രോമയ്ക്കുള്ള തെറപ്പിയായി റൈറ്റ്. അതെ അതെ അതിനെ മനസ്സിലാക്കാനും അതിനെ അംഗീകരിക്കാനും അല്ലെങ്കിൽ അതിനെ കേൾക്കാനും റെഡി അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ട്രോമകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മുടെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അല്ല ഇപ്പൊ അവർക്ക് ഉള്ളത്. അവരുടെ സിറ്റുവേഷൻ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ടൈം അല്ല ഇപ്പൊ അവർക്ക് ഉള്ളത് എന്നുള്ളതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പെർഫെക്റ്റ് ആണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, ആൾക്കാർക്ക് മനസ്സിലാവണം എന്ന് പറഞ്ഞാലും നമുക്ക് പെർഫെക്റ്റ് ആവാൻ കഴിയൂല. അവർക്കുള്ള അതെ അതെ പ്രശ്നങ്ങൾ വേറെ ആയിരുന്നെങ്കിൽ നമുക്കുള്ള പ്രശ്നങ്ങൾ അത് രണ്ട് ഡിഫറെന്റ് ആണ്. പ്രശ്നങ്ങൾ ഇല്ലാണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെ? അപ്പൊ കാര്യങ്ങള് കേൾക്കുക, മനസ്സിലാക്കുക, നമ്മളെ റൂളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി നിൽക്കുക. അതൊരിക്കലും ട്രോമയായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അവരെ ഇമോഷൻസ് നെഗറ്റീവായി പോകുന്നതിനെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് കാര്യങ്ങൾ, നിനക്ക് ഇങ്ങനെ വിഷമാവണുണ്ടല്ലേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ, എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ മമ്മ എന്തിനാണ് ഈ റൂള് വെച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ ഈ സാധനം ഇന്നതെന്നാണ് ഉണ്ടാക്കുന്നത്, ഇത് ക്യാൻസർ വരും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പൊ എനിക്ക് മോന് ഇഷ്ടമല്ലേ, അതുകൊണ്ടല്ലേ മമ്മ അങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ള ആളാണോ അതിനനുസരിച്ചിട്ട് ടോണും കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് സംസാരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ. താങ്ക് യു. വെൽക്കം. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എട്ട് 18 ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. ചോദിച്ചിട്ട് ഞാൻ റിപ്ലൈ തരാത്ത ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് ഒറ്റൊന്ന് മാത്രമേ കാണുന്നുള്ളൂ. എല്ലാ സമയത്തും എന്റെ പെർമിഷൻ വേണം ടോയ്ലറ്റിലടക്കം പോവാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്ത ഒരു റൂളിന്റെ അടിസ്ഥാനമായിട്ടായിരിക്കും അവർ നമ്മളെ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ പെർമിഷൻ കിട്ടിയിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ കുട്ടി ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും. അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കും. അവരെടുക്കുന്ന തീരുമാനത്തിന് അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, റെക്കോർഡഡ് വീഡിയോ ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യും. ഓക്കെ ഓക്കെ, അയക്കാം അയക്കാം, അറിയിക്കാം എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് അറിയിക്കാം കേട്ടോ. ആരെങ്കിലും ഒരു റിവ്യൂ പോലെ പറയോ നിങ്ങളുടെ അഭിപ്രായം, സെഷനെ പറ്റിയിട്ടുള്ള അഭിപ്രായം, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ ഇതിന്റെ ഒരു വർക്ക്ഷോപ്പ് പോലെ അറ്റൻഡ് ചെയ്യാൻ റെഡി ആണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പിൽ നമ്മൾ ഇന്നത്തെ വെബിനാറിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളെ തന്നെ ഗ്രൂപ്പ് ഓപ്പൺ ആണ്. പ്രോഗ്രാമിനെ കുറിച്ചിട്ട് 1-2 വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങളോ എല്ലാം ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഓൾമോസ്റ്റ് 1.5 മണിക്കൂറോളായി നമ്മൾ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തതിന് നന്ദി. താങ്ക് യു സോ മച്ച്. തൻസീല ആളുകൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് നല്ലതായിരുന്നു.
നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, കുട്ടികൾ എപ്പോഴും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ നമ്മൾ നോക്കാനുള്ളത് ചില കൗൺസിലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും കുറെ പേരുണ്ട്. അപ്പൊ നമ്മൾ കേസ് കൊണ്ടുപോകുമ്പോൾ നമ്മളൊന്ന് അന്വേഷിച്ച് പിരിച്ചിട്ടൊക്കെ കൊണ്ടുപോവാന്നുള്ളതാണ്. ഒട്ടും മടിക്കരുത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മടിക്കരുത്. തീർച്ചയായിട്ടും ഒരുപാട് 4-5 കൊല്ലം സഹിക്കണ കാര്യങ്ങൾ വളരെ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കാലം ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കേണ്ട കാര്യമല്ല. ത്രൂ ഔട്ട് ലൈഫ് ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കേണ്ട കാര്യമല്ല. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും. 20 കൊല്ലം മുൻപേ കേൾക്കേണ്ടതായിരുന്നു. നല്ല ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഗ്രൂപ്പിൽ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. അവർക്കൊക്കെ മിസ്സായി പോയി എന്നൊക്കെ തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ഓൺ ചെയ്യാം. ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു.